Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലാംഗ്വേജ് പേപ്പേഴ്സ് 3 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് മെയിൻ പേപ്പേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ ബിസിനസ് മാനേജ്മെന്റ് ആണ് നാളെ നടക്കാൻ പോകുന്ന എക്സാം. നമ്മൾ ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഓരോ പാർട്ടിലെയും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ വീഡിയോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, മെയിൻ പേപ്പേഴ്സിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് 80 മാർക്ക് എക്സ്റ്റേണലും 20 മാർക്ക് ഇന്റേണലുമാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്സ്. സോ 4 essay ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. 4 എണ്ണത്തിൽ 2 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. സോ 5 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ 5 മൊഡ്യൂളിൽ ചിലപ്പോൾ 4 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഓരോ essay വീതം നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ 3 മൊഡ്യൂളിൽ നിന്ന് ചിലപ്പോൾ 4 ചോദ്യങ്ങൾ ഇടാറുണ്ട്, അങ്ങനെയും വരാറുണ്ട്. സോ കുട്ടികൾ ചോദിക്കുന്നതാണ്, ഏതെങ്കിലും ഒരു മൊഡ്യൂളിലെ essay ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്താലും നമുക്ക് essay കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. മനസ്സിലാവുണ്ടോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മൊഡ്യൂളിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്, അതിൽ നിന്നൊരു essay ഇടാറുണ്ട്. സെക്കൻഡ് മൊഡ്യൂള് ഏറ്റവും വലിയ മൊഡ്യൂളാണ്, അതിൽ നിന്ന് ഒരെണ്ണം ഇടാറുണ്ട്. ദെൻ പിന്നെ എത്തിക്സിന്റെ ചാപ്റ്ററിൽ നിന്ന് ഒരെണ്ണം വരാറുണ്ട്. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരെണ്ണം വരാറുണ്ട്. ഇങ്ങനെ 4 essay ഈ രീതിയിലാണ് അവര് ഇട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യത്തിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, ബേസിക് ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരെണ്ണം കിട്ടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, പഠിച്ചിരിക്കണം. മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ് അതിൻ്റെ ഫങ്ഷൻസ്, നേച്ചർ, ഇമ്പോർട്ടൻസ് നോക്കാം കേട്ടോ. നോക്കി വെക്കുക. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈസി ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലോ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നമ്പർ 1, 2 കോൺട്രിബ്യൂഷൻസ് ആണ് ഞാൻ എപ്പോഴും പറയാറ്, ഫയോളിൻ്റെയും ടൈലറിൻ്റെയും. ഫയോളിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്, സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ടൈലറുടെ വരുന്നത്. ഇതിലേതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് അവിടെ വരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ FW ടൈലറിൻ്റെ സയന്റിഫിക് മാനേജ്മെന്റ് ഇതും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ മാറി മാറി വരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സോ ഇത് ആദ്യത്തെ മൊഡ്യൂളിലത്തെ ഡീറ്റെയിൽസ്. ഇനി നെക്സ്റ്റ് അവസാനത്തെ മൊഡ്യൂൾസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ആദ്യം തന്നെ പറയണമെന്ന് മാത്രം, എമേർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ് ലാസ്റ്റ് ചാപ്റ്ററിലത്തെ ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അത് തന്നെയാണ്. അതൊരു പ്രാവശ്യം essayക്ക് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കണം. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പല പോയിന്റ്സ് നമുക്ക് 2 മാർക്കിന്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. കൈസൻ എന്താണ്, TQM എന്താണ്, ഇതൊക്കെ. സോ എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ് essayക്ക് ചോദിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് നമുക്കൊരു പ്രാവശ്യം essayക്ക് ചോദിച്ചിട്ടുള്ളതാണ്, വാട്ട് ഈസ് സ്ട്രെസ് നിർബന്ധമായി നോക്കിയിരിക്കണം. Then explain the factors
ഇൻഫ്ലുവൻസിങ് സ്ട്രെസ്. അത് മറ്റൊരു എസ്സേ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഡിഫൈൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്. Then explain the activities involved in it. നോക്കിയിരിക്കണം. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിലത്തെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഈ 3 ടോപ്പിക്കിലെ ഏതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് മറ്റ് ടോപ്പിക്ക്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ കൺട്രോളിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം, അതുപോലെ തന്നെ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം പലപ്പോഴും കണ്ടുവരാറുള്ളതാണ്. കൺട്രോളിങ്, ദെൻ ഒരു പ്രാവശ്യം ഓർഗനൈസിങ്ങും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കൺട്രോളിങ് എന്താണ്? കൺട്രോളിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് നമുക്ക് പറയാം. സ്റ്റെപ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രോസസ്സ് എന്ന് പറയാം. സ്റ്റെപ്സ് ഓർ പ്രോസസ് നിർബന്ധമായും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ കൺട്രോളിങ്ങിൻ്റെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം ഒരു പ്രാവശ്യം അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. സോ കൺട്രോളിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായും കൺട്രോളിങ് നോക്കിയിരിക്കണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്ലാനിങ്. പ്ലാനിങ് എന്താണ്? ദെൻ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിരിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയിരിക്കണം കേട്ടോ. മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കാം. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ് നോക്കിയിരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 3 ടോപ്പിക്കുകളുണ്ട്. നമ്പർ 1 ലീഡർഷിപ്പ്, നമ്പർ 2 മോട്ടിവേഷൻ, നമ്പർ 3 കമ്മ്യൂണിക്കേഷൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് പലപ്പോഴും ഇടാറുണ്ട്. ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് കണ്ടുവരാറ് കേട്ടോ. സോ ലീഡർഷിപ്പ് എന്താണ്? അതിൻ്റെ സ്റ്റൈൽസാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. അതുപോലെ തന്നെ പറയുന്ന ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ എ സക്സസ്ഫുൾ ലീഡർ നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. എസെൻഷ്യൽ ക്വാളിറ്റീസ് ഫോർ എ സക്സസ്ഫുൾ ലീഡർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ലീഡർഷിപ്പ് പിന്നെ അതിൻ്റെ തിയറീസ് ഉണ്ട്. തിയറീസ് എസ്സേക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു തിയറി എടുത്ത് ചോദിക്കാം. കൂടുതൽ സ്റ്റൈൽസ്, ക്വാളിറ്റീസ്, എസെൻഷ്യൽസ് എന്ന് നമുക്ക് പറയാം. ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്താണ് പറയുക, എസെൻഷ്യൽസ് ഈ പറയണ ലീഡർഷിപ്പിന് വേണ്ട. സോ ലീഡർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കണ്ടുവരാറ്. അത് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ലീഡർഷിപ്പാണ്. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? അതിൻ്റെ പ്രോസസ്സ്, ദെൻ ബാരിയേഴ്സ്. അത് ചില സമയത്ത് 5 മാർക്കിൻ്റെയാണ് ചോദിക്കാറ്. ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നോക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി തരാനുണ്ടെങ്കിൽ മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ ചില സമയത്താണ് വരാറ്. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിയറീസ് ഓഫ് മോട്ടിവേഷൻ, നീഡ് ഹൈറാർക്കി തിയറി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ലീഡർഷിപ്പിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിർബന്ധമായും അത് നോക്കി വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് എത്തിക്സ് ആണ്. എത്തിക്സിൽ നിന്ന് ഒരു എസ്സേ എന്തായാലും ഉണ്ടായിരിക്കും.
2 ടോപ്പിക്കുകളാണ് എത്തിക്സിൽ നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് എസ്സേ വരാം. ഒരെണ്ണം ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, നെക്സ്റ്റ് തിയറീസ് ഓഫ് എത്തിക്സ്. ബട്ട് തിയറീസ് ഓഫ് എത്തിക്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല, ബിക്കോസ് അത് പ്രസൻറ്റ് ചെയ്ത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാം, തിയറീസ് ഓഫ് എത്തിക്സ് ചോദിക്കാറുള്ളതാണ്. ബട്ട് അതിനേക്കാളും ബെസ്റ്റ് മറ്റേതെങ്കിലും ചോദ്യങ്ങൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ബിക്കോസ് അത് എഴുതി പ്രസൻറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ കുറച്ച് പാടാണ്. ബിസിനസ് എത്തിക്സ് പിന്നെയും നമുക്ക് എഴുതി വയ്ക്കാൻ സാധിക്കും. സോ വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്? Explain the factors influencing business ethics. ഓക്കെ, എത്തിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ തിയറീസ് ഓഫ് എത്തിക്സ് മറ്റൊരു എസ്സേ ചോദ്യം എന്ന് പറയുന്നത്. ബട്ട് ഞാനത് ഓപ്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും പറയില്ല, ബിക്കോസ് അത് പ്രസൻറ്റ് ചെയ്ത സ്കോർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. തിയറി തന്നെ നമുക്ക് തന്നെ അറിയാം, ബുക്കിൽ നോക്കി ഒരുപാടുണ്ട്, തിയറീസ് ഓഫ് എത്തിക്സ്. ഓക്കെ, സോ ഇത്ര ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടിയിരിക്കും. സോ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്നവർ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ മൊഡ്യൂളിലത്തെ ബേസിക് കാര്യം, മാനേജ്മെൻറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, പിന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഫയോളിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, ഇത് നോക്കുക. ദെൻ ലാസ്റ്റ് മൊഡ്യൂള് എമർജിങ് കൺസെപ്റ്റ്, സ്ട്രെസ്, ലോജിസ്റ്റിക്, ഇത് നോക്കുക. ഇതിൽ നിന്ന് തന്നെ 2 എസ്സേ നമുക്ക് ചിലപ്പോൾ കിട്ടും. പിന്നെ ഈ പറയണ എന്താണ് ബിസിനസ് എത്തിക്സിൻ്റെ കാര്യം നോക്കാം, അതിൽ നിന്ന് ചിലപ്പോൾ ഒരെണ്ണം കിട്ടും. ലീഡർഷിപ്പ്, ദെൻ ഈ പറയണ കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിർബന്ധമായും റിപ്പീറ്റായിട്ട് കാണുന്നതാണ്. ദെൻ പ്ലാനിങ് ഉണ്ട്, കൺട്രോളിങ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഓർഗനൈസിങ് റാൻഡംലി വരുന്നൊരു ടോപ്പിക്കാണ്, അത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. ദെൻ ലാസ്റ്റ് ഒരു സജഷനും കൂടിയും തരുന്നു, അത് ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലാണ് വരാറ്. എന്നാലും നോക്കി വെക്കുക, MPO എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് കേട്ടോ, അതിൻ്റെ ഫീച്ചേഴ്സ്, ബെനഫിറ്റ്സ്, അത് ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്ക് ആയിരിക്കും വരാം, എന്നാലും നോക്കി വയ്ക്കുക. അപ്പോൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്സേ ടോപ്പിക്കുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം 2 എസ്സേ കിട്ടാൻ ഏതെങ്കിലും 2 മൊഡ്യൂൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് ലഭിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് ആദ്യത്തെ മൊഡ്യൂള്, ലാസ്റ്റ് മൊഡ്യൂള്. ദെൻ എന്താണ് എത്തിക്സിലെ തിയറീസ് ഞാൻ നോക്കാൻ പറയില്ല, അതിൻ്റെ പ്രസൻറ്റേഷനേക്കാളും ബെസ്റ്റ് ബിസിനസ് എത്തിക്സിൻ്റെ പോർഷൻ നോക്കാം. അത് ചോദിച്ചാൽ പ്രസൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ പ്ലാനിങ്, കൺട്രോളിങ്, അതിലേതെങ്കിലും, പിന്നെ ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതിലേതെങ്കിലും ഒരെണ്ണം. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ലീഡർഷിപ്പാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്സേ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഒരു 6 ചോദ്യം ഇതാണ്, പിന്നെ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സ് ചോദ്യങ്ങൾ. അപ്പം ഞാൻ ഇത്ര ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പരമാവധി എല്ലാം കവർ ചെയ്യാൻ നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് അതല്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്നവർ ഞാൻ പറഞ്ഞ ടാക്ടിക്സ് അപ്ലൈ ചെയ്യുക, ഫസ്റ്റ് മൊഡ്യൂള്, ലാസ്റ്റ് മൊഡ്യൂള്, പിന്നെ പ്ലാനിങ്, കൺട്രോളിങ്, ആ രീതിയിൽ നമ്മുടെ ടൈമിൻ്റെ ബേസിൽ ബേസിക് ആയിട്ടുള്ള ഈ അപ്രോച്ച് ഫോളോ ചെയ്താൽ തന്നെ ഏതെങ്കിലും 2 എസ്സേ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദെൻ നമ്മൾ ഇന്ന് ലൈവ് സെഷൻ വെക്കുന്നുണ്ട് ഈവനിങ്ങിൽ. സോ അതിൽ ഞാൻ എൻറ്റയർ സബ്ജക്റ്റ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും, നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുന്നതായിരിക്കും കേട്ടോ, അതിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.